പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതാക്കളുടെ പ്രതികരണം ഉണ്ടല്ലോ. കഴിഞ്ഞ കുറേ കാലമായിട്ട് കേരള ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ട് ഇടതുപക്ഷവുമായി ബന്ധപ്പെട്ട ആൾക്കാരെ വേട്ടയാടാൻ വേണ്ടിയിട്ട് കേന്ദ്ര ഏജൻസികൾ നടത്തുന്ന ശ്രമത്തിൻ്റെ മറ്റൊരു ഘട്ടമായിട്ട് മാത്രമേ ഇതിനെ കാണാൻ കഴിയുള്ളൂ. എന്നാൽ ഒരു കാര്യം എനിക്ക് ഇഷ്ടപ്പെട്ടു. എന്താ കാരണം വെച്ചാൽ മാധ്യമങ്ങൾ തന്നെ അവർ നൽകുന്ന വാർത്തകൾ അടിക്കടി തിരുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ഘട്ടത്തിൽ പറയുന്നു, അതായത് നിർമ്മലാ സീതാരാമനുമായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് ഇതിൻ്റെ പേരിലാണെന്ന് പറയുന്നു. ഇപ്പം പറയണു ഭയങ്കര പ്രതികാരത്തോട് കൂടിയിട്ട് കേന്ദ്ര സർക്കാർ പെരുമാറുന്നു എന്ന് പറയുന്നു. യഥാർത്ഥത്തിൽ നമ്മുടെ മാധ്യമങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഡൽഹിയിലെ BJP സർക്കാരിന് പ്രത്യയശാസ്ത്രപരമായിട്ടും രാഷ്ട്രീയപരമായിട്ടും ഏറ്റവും എതിർപ്പുള്ള ഒരു പ്രസ്ഥാനമെന്ന് പറയുന്നത് ഇടതുപക്ഷമാണ്. ഇടതുപക്ഷത്തെ ഉന്മൂലനം ചെയ്യുക എന്നുള്ളതാണ് BJPയുടെ പരമമായിട്ടുള്ള ലക്ഷ്യം. BJPയുടെ വർഗീയ അജണ്ടയെ തുറന്നു കാണിക്കുന്നത് ഇടതുപക്ഷ പ്രത്യയശാസ്ത്രം തന്നെയാണ്. അതുകൊണ്ട് ഇടതുപക്ഷ നിരയിലെ നേതാക്കളെ ദുർബലപ്പെടുത്തുക എന്നുള്ളത് BJPയുടെയും കേന്ദ്രം ഭരിക്കുന്ന മുന്നണിയുടെയും ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യമാണ്. ആ ലക്ഷ്യത്തെ മുൻനിർത്തിയുള്ള ഒരു രാഷ്ട്രീയ നീക്കമായിട്ട് മാത്രമേ ഇതിനെ കാണാൻ കഴിയുള്ളൂ. സ്റ്റാലിനുമായി ബന്ധപ്പെട്ട സെമിനാറിൽ പങ്കെടുക്കുമ്പോഴാണ് ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പുറത്തുവരുന്നത്. എന്തെങ്കിലും ഒരു ഗൂഢാലോചന സംശയിക്കുന്നു? അല്ല, ഈ യഥാർത്ഥത്തിൽ ഇതുമായി ബന്ധപ്പെട്ട ഒരു പ്രക്രിയയിൽ ആ കേന്ദ്ര ഏജൻസി ഏർപ്പെടുമ്പോൾ തന്നെ മാധ്യമങ്ങളിലൂടെ ഈ വാർത്ത വരുന്നു എന്ന് പറയുമ്പോൾ മാധ്യമങ്ങൾക്ക് എങ്ങനെ ഈ വാർത്തകൾ കിട്ടുന്നു? മാധ്യമങ്ങളുമായിട്ട് ഈ അന്വേഷണ ഏജൻസികൾക്ക് ഏതെങ്കിലും വ്യക്തിയിലൂടെയോ വ്യക്തികളിലൂടെയോ ഹോട്ട് ലൈൻ ഉണ്ടോ? ഇതൊക്കെ യഥാർത്ഥത്തിൽ നിങ്ങളും കൂടി അന്വേഷിക്കേണ്ട കാര്യമാണ്. യഥാർത്ഥത്തിൽ ഈ അന്വേഷണ ഏജൻസികളുടെ, കേന്ദ്ര അന്വേഷണ ഏജൻസികളുടെ സ്ഥാപിത താല്പര്യം എന്താണെന്നുള്ള കാര്യം ഒരിക്കൽ കൂടി തുറന്നു കാണിക്കപ്പെടുന്നതാണ് ഈ ഒരു നടപടി. കുറ്റപത്രം സമർപ്പിച്ചപ്പോഴാണ് പലപ്പോഴും കേരളത്തിൽ കേന്ദ്ര ഏജൻസികളും മാധ്യമങ്ങളും ചേർന്നൊരു നെക്സസ് കണ്ടിരുന്നു. ഇവിടെ വീണ്ടും അത് രൂപപ്പെടുകയാണ്. എനിക്ക് ഏറ്റവും കൗതുകരമായ കാര്യം എന്ന് വെച്ചാൽ, അതായത് സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് നമ്മുടെ മാധ്യമങ്ങൾ നൽകിയ ആ വാർത്തകൾ എടുത്ത് നോക്കുകയാണെങ്കിൽ വിഴിഞ്ഞം അന്താരാഷ്ട്ര ടെർമിനലിൽ നിന്ന് ഒരു 5-6 കപ്പലുകളെങ്കിലും വേണ്ടി വരും അതിനെ ഉൾക്കൊള്ളാൻ വേണ്ടി. അത്രത്തോളം വാർത്തകൾ. ഇപ്പോൾ എങ്ങോട്ടെങ്കിലും കയറ്റുമതി ചെയ്യണമെങ്കിൽ ഒരു 4-5 കപ്പലുകളുണ്ടെങ്കിൽ മാത്രമേ ആ വാർത്തകൾ മുഴുവൻ കയറ്റുമതി ചെയ്യാൻ പറ്റുള്ളൂ. ആ വാർത്തകളൊക്കെ എന്തായി എന്നുള്ളത് നമ്മളാരും പരിശോധിക്കുന്നില്ല. ഒരേ ഏജൻസി 2 കോടതികളിൽ അല്ലെങ്കിൽ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ 2 വ്യക്തികളെ മുൻനിർത്തി ഫയൽ ചെയ്തിരിക്കുന്ന കുറ്റപത്രത്തിൻ്റെ ഉള്ളടക്കം തന്നെ പരിശോധിച്ചാൽ എത്രത്തോളം എന്താ പറയുക, ഇവരുടെ കുടിലതന്ത്രം എത്രത്തോളം ഉണ്ട് എന്നുള്ള കാര്യം എക്സ്പോസ് ചെയ്യപ്പെടും. ഇന്നിപ്പോൾ അതിനെക്കുറിച്ചൊന്നും ആരും ചർച്ച ചെയ്യുന്നില്ല. സാരമില്ല, ഇന്നിപ്പോൾ ഈ ഒരു സംഭവവാസത്തെക്കുറിച്ച് 1-2 വർഷം കഴിയുമ്പോൾ നമ്മളിപ്പോൾ സ്വർണ്ണക്കടത്തിനെക്കുറിച്ച് പറഞ്ഞ് ചിരിക്കുന്നത് പോലെ ചിരിക്കാൻ നൽകുന്ന ഒരു വക ഉണ്ടാക്കുന്നതാണ്. ഇതൊന്നും ആക്ഷേപിച്ച് മാധ്യമങ്ങൾ, നിർമ്മലാ സീതാരാമൻ വിഷയം തന്നെ ഇന്നലെയും ആവർത്തിച്ചത് കെ സുധാകരനാണ്, മാധ്യമങ്ങളല്ല. കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിയും BJPയും തമ്മിലുള്ള അവിശുദ്ധ ബന്ധത്തെക്കുറിച്ച് ഞാൻ പറയേണ്ടതില്ലല്ലോ. യഥാർത്ഥത്തിൽ കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ശത്രു എന്ന് പറയുന്നത് ഇടതുപക്ഷമല്ലേ? ഡൽഹിയിൽ ഇന്ത്യ ചേരിയിലെ എല്ലാ പാർട്ടികളും ഒരുമിച്ച് നിൽക്കണമെന്ന് പറയുകയും അതിനുവേണ്ടി ഇടതുപക്ഷം ഉൾപ്പെടെയുള്ള ആൾക്കാർ പ്രയത്നിക്കുകയും ചെയ്യുമ്പോൾ അവിടെ വന്നിട്ട് പാർലമെൻറ്റിൽ കേരളത്തിലെ ഇടതുപക്ഷത്തിനെതിരെ കാര്യങ്ങൾ ഉന്നയിക്കുന്നത് ആരാണ്? കേരളത്തിലെ കോൺഗ്രസ് നേതാക്കന്മാരല്ലേ? അപ്പോൾ അവർക്ക് യഥാർത്ഥത്തിൽ BJPയെ ചെറുക്കുക, BJPയെ തോൽപ്പിക്കുക എന്നുള്ളതൊന്നുമല്ല. ഇപ്പോൾ ഈ വഖഫുമായി ബന്ധപ്പെട്ട് ലോകസഭയിൽ നടന്ന ചർച്ചയിലൊക്കെ ആരൊക്കെയാണ് പങ്കെടുത്തത്, ആരൊക്കെ പങ്കെടുക്കാതിരുന്നു, ആൾക്കാരുടെ സാന്നിധ്യം എന്തായിരുന്നു, അസാന്നിധ്യം എന്തായിരുന്നു ഒക്കെ പരിശോധിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ഇവർക്ക് BJP പ്രതിദാനം ചെയ്യുന്ന പ്രത്യയശാസ്ത്രത്തോടുള്ള നിലപാട് എന്താണെന്നുള്ള കാര്യം വ്യക്തമാകും. ഒരു സംശയം വേണ്ടത്. ജബൽപൂരിൽ നിയമപരമായ നടപടിയെടുക്കും. മറ്റു ചോദ്യങ്ങളൊക്കെ ബ്രിട്ടാസ് അങ്ങ് വീട്ടിൽ പോയി വെച്ചാൽ മതി എന്നാണ്. അല്ല, എനിക്കിപ്പം നിങ്ങൾ എൻ്റെ വീട്ടിൽ വന്ന് ചോദിക്കുന്നതിന് എനിക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല. ഇപ്പോൾ സുരേഷ് ഗോപി എൻ്റെ ശത്രുവൊന്നുമല്ല, അദ്ദേഹം ഒരു രാഷ്ട്രീയ പ്രതിയോഗി മാത്രമാണ്. അല്ല, ഇന്നലെ കഴിഞ്ഞ ദിവസം പാർലമെൻറ്റിൽ ഞാനിതെല്ലാം ഉന്നയിച്ച ശേഷം പുറത്തിറങ്ങിയിട്ട് വളരെ ഊഷ്മളതയോട് കൂടിയിട്ട് അദ്ദേഹം എന്നോട് സംസാരിക്കുകയും പെരുമാറുകയും ചെയ്തിരുന്നു. എനിക്ക് തോന്നുന്നു അദ്ദേഹം ഒരു നടനകലയിലുള്ള ഒരു വൈഭവം അദ്ദേഹം പ്രകടിപ്പിക്കുന്നതായിരിക്കാം. അദ്ദേഹത്തിന് ഭയങ്കരമായ ഒരു വീര്യമുണ്ട്, അല്ലെങ്കിൽ ഉഷിരുണ്ടെന്നൊക്കെ തോന്നിപ്പിക്കുന്നതായിരിക്കും. പക്ഷേ എനിക്ക് എൻ്റെ മിത്രമായിട്ടുള്ള സുരേഷ് ഗോപിയോട് പറയാനുള്ളത്, രാഷ്ട്രീയത്തിലും ഒരു സ്ക്രിപ്റ്റ് റൈറ്ററുടെ ആവശ്യം മൂപ്പർക്കുണ്ട്.